രാത്രി സമയങ്ങളിൽ തൃശ്ശൂർ ടൗണിൽ വന്നാൽ നിങ്ങൾ എവിടുന്ന ഫുഡ് കഴിക്കാറ്? അങ്ങനെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു സ്പോട്ട് ഈ വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്യേണ്ടതാണ്. വേറെ ഒന്നുമല്ല, ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്നതാണ് തൃശ്ശൂർ ടൗണിൽ രാത്രി ഒരു 11 മണിക്ക് ശേഷം ഒരു ഫുഡ് സ്പോട്ടും ഇല്ല. അങ്ങനെ ഒന്നുമില്ല, ഒരുപാട് ഫുഡ് സ്പോട്ട് ഉണ്ട്, നമുക്ക് അറിയാണ്ടാണ്. എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട 3 കിടിലൻ ഫുഡ് സ്പോട്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പൊ സ്പോട്ട് വേറെ എവിടെയല്ല, നമ്മുടെ പുഴയ്ക്കൽ തന്നെയാണ്. പുഴയ്ക്കൽ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ സ്പോട്ടും രണ്ടാമത്തെ സ്പോട്ടും ലൊക്കേറ്റ് ചെയ്യണത്. അപ്പൊ പുഴയ്ക്കൽ വഴിയൊക്കെ രാത്രി പോകണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സേവ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ സ്പോട്ടിന്റെ പേര് കഫേ വണ്ണയം എന്നാണ്. പേര് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും, ഇവിടെ കഫേ ഐറ്റംസ് എന്ന് വെച്ചാൽ ബർഗർ അതുപോലെ തന്നെ പാസ്ത ഐറ്റംസ് ആണ് സെർവ് ചെയ്യണമെന്ന്. എന്നാൽ അങ്ങനെയൊന്നുമല്ല, ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഇവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. പുലർച്ചെ ഒരു 3 മണി വരെയാണ് ഇതിന് ടൈമിംഗ് വരുന്നത്. അപ്പൊ ആ സമയത്തിന്റെ ഉള്ളിലൊക്കെ നിങ്ങൾ തൃശ്ശൂർ ടൗണിൽ എവിടെയെങ്കിലും കറങ്ങി അടിച്ച് അടക്കുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് സ്പോട്ടാണത്. ഫ്രണ്ട്സിനായിട്ടോ ഫാമിലിനായിട്ടോ ഒക്കെ വന്നിട്ട് നല്ല രീതിയിൽ ഡൈനിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ പാൽക്കപ്പ ബീഫും അതുപോലെ തന്നെ മലയമേനിയാണ്. പാൽക്കപ്പ ബീഫിന് അവർ ചാർജ് ചെയ്യുന്നത് 160 റുപ്പീസ് ആണ്. മലയമേനിയൊക്കെയാണെങ്കിൽ 200 റുപ്പീസ് ആണ് ചാർജ് ചെയ്യുന്നത്. ഇതൊരു കോംബോ ആണ്. ഇതിന്റെ കൂടെ വാട്ടർമെലൻ ജ്യൂസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുലർച്ചെ 3 മണി വരെ ഇത് അവൈലബിൾ ആണ്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ അടുത്തായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഐറ്റം പാൽക്കപ്പം ബീഫ് ആയിരിക്കും അല്ലേ? അപ്പൊ ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നതിന്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് തൃശ്ശൂർ ടൗണിൽ ഇത് എവിടെ കിട്ടാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ള ഒരു ഉത്തരം, നിങ്ങൾ ധൈര്യമായിട്ട് കഫേ വണ്ണയമിൽ വന്നോ. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന പാൽക്കപ്പം ബീഫായാലും മലയമേനി ആയാലും രണ്ടും നല്ല കിള്ളൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ വന്നാൽ തീർച്ചയായും ഈ 2 ഐറ്റം ഓർഡർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ തീർച്ചയായും ഈ വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ അടുത്ത സ്പോട്ടിന് അധികം ദൂരം ഒന്നും യാത്ര ചെയ്യേണ്ട, തൊട്ടടുത്തായിട്ടുള്ള വോഫിൾ സ്ട്രീറ്റ് ആണ്. ഇതും 3 മണി വരെ വർക്കിംഗ് ആണ്. ഇവിടെ വേറെ ആണെങ്കിൽ ഒരുപാട് വെറൈറ്റി വോഫിൾസും പാൻ കേക്കും അങ്ങനെ ഒരുപാട് വെറൈറ്റി കാര്യങ്ങൾ ഒരു സെർവ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കുറച്ച് ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വോഫിൾ സ്ട്രീറ്റ് തൃശ്ശൂർ ഒരുപാട് കാലമായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വോഫിൾസ് സെർവ് ചെയ്യുന്ന ഒരു ഫുഡ് സ്പോട്ടാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ട്രിപ്പിൾ ലെയർ ചോക്ലേറ്റിന്റെ വോഫിളും മാംഗോയുടെ വോഫിളും അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ വോഫിളാണ്. ഞാൻ ആദ്യമായിട്ടാണ് മാംഗോയുടെ വോഫിളൊക്കെ ട്രൈ ചെയ്യുന്നത്. ഇതും 3 മണി വരെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടുന്ന് കഴിച്ച 3 വോഫിൾസും ഒന്നിനൊന്നിന് മെച്ചമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളൊരു മാംഗോ ലവർ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ മാംഗോ വോഫിൾ ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ സ്ട്രോബെറി ലവർ ആണെങ്കിൽ ഇവിടുത്തെ സ്ട്രോബെറി വോഫിളും അതുപോലെ തന്നെ ചോക്ലേറ്റ് ലവേഴ്സ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇവിടുത്തെ ട്രിപ്പിൾ ലെയർ ചോക്ലേറ്റ് വോഫിളാണ് ട്രൈ ചെയ്യേണ്ടത്. വെറൈറ്റി വോഫിൾസ് ഒക്കെ ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായും ഇങ്ങോട്ട് വന്നോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ നല്ലൊരു ഡെസേർട്ട് സ്പോട്ട് അന്വേഷിച്ച് നടക്കുന്നവർക്കും ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. മാംഗോ ഇതുവരെ കഴിച്ചിട്ടില്ലയോ? മാംഗോ കഴിച്ചിട്ടുണ്ട്, മാംഗോ വോഫിൾ കഴിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് നൈസല്ലേ നമ്മുടെ മാംഗോ വോഫിൾ? അപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 1:15 ഞാനിപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടിലുള്ള ഫിൽമോ റെസ്റ്റോ കഫേയിലാണ്. ഇവിടെ ആണെങ്കിൽ ഒരുപാട് വെറൈറ്റി കബാബും അതുപോലെ തന്നെ മലൈറ്റിക്കും കാര്യങ്ങളൊക്കെ ഒരു സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ തൃശ്ശൂർ ടൗണിലാണെങ്കിൽ കബാബ് ഇടുന്ന സ്പോട്ടൊക്കെ വളരെ കുറവാണ്. അപ്പോഴാണ് പുലർച്ചെ 3 മണി വരെ കബാബ് ഇടുന്ന സ്പോട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ ആണെങ്കിൽ ഒരുപാട് വെറൈറ്റി പ്ലാറ്റേഴ്സ് ഇവർ സെർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഇവിടുത്തെ 699 പ്ലാറ്റർ ആണ്. അതിലാണെങ്കിൽ മലൈ ഗ്രേവി ഉണ്ട്, ടിക്ക ഗ്രേവി ഉണ്ട്, ഹരിയാലി ചിക്കൻ ഉണ്ട്, 2-3 ടൈപ്പ് കബാബ് ഉണ്ട്. 2 പേർക്ക് സിമ്പിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഇതിലുണ്ട്. കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കബാബ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ടിക്കയും കബാബും മാത്രമല്ല കേട്ടോ, ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാവും, ബിരിയാണി ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒരു സെർവ് ചെയ്യുന്നുണ്ട്. വെളുപ്പിന് 3 മണി വരെ ഇവിടുത്തെ എല്ലാ മെനുവിലെ കാര്യങ്ങളും അവൈലബിൾ ആണെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ടൗണിൽ ലേറ്റ് നൈറ്റ് ഫുഡ് സ്പോട്ട് ഇല്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെ ഫേവറേറ്റ് ലേറ്റ് നൈറ്റ് ഫുഡ് സ്പോട്ട് ഏതാണെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക. നമ്മൾ എന്തായാലും അവിടെ ഒക്കെ പോയിട്ട് ട്രൈ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.